ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നോ നിങ്ങൾ തന്നെ പറയട്ടോ. ഇത് കണ്ട നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്ത് കറിയാണെന്നാണ് തോന്നുന്നത്? ഇതൊരു ലഞ്ചിന് കിട്ടാൻ പറ്റിയ അടിപൊളി കറിയാട്ടോ. നല്ല മോര് കറിയാണ്. പക്ഷേ ഇതിലെന്താ ഈ കിടക്കുന്നതെന്ന് മനസ്സിലായോ? അത് നല്ല ബ്രിഞ്ചൽ ഫ്രൈ ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഉണ്ടാക്കിയ ഒരു കറിയാണ് കേട്ടോ. ഒരു വെറൈറ്റി കറി കേട്ടോ. മോര് കറി നമ്മൾ പല ഐറ്റം തേങ്ങ അരച്ചിട്ടും തേങ്ങ അരക്കാതെയും ഒക്കെ വെക്കുമല്ലോ. പക്ഷേ ഇത് തേങ്ങ അരച്ചിട്ട് നല്ല ബ്രിഞ്ചലൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു കറിയാണ് കേട്ടോ. നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ വീഡിയോയിലോട്ട് പോകാട്ടോ, എങ്ങനെ ഉണ്ടാക്കുന്നത് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ ബ്രിഞ്ചൽ എടുത്തിട്ട് നല്ല റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ നീളത്തിലായാലും ചെറുതായിട്ടൊക്കെ കട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പിന്നെ നമുക്ക് കറിയിൽ കിടക്കുമ്പോൾ ഒരു ടേസ്റ്റും കാണാനും ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ, അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അധികം ഉപ്പേരി വെക്കുമ്പോഴും മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ടിട്ട് ഒരു പാത്രത്തിലോട്ട് ഇതട്ടൊക്കെ എടുത്തിട്ടു. അതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1 സ്പൂണോളം മുളക് പൊടി, ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഒരു നുള്ളു വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും മിക്സാക്കി കൊടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനും കൂടി വെക്കട്ടെ, അതിലെല്ലാം ഉപ്പും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്ത് എടുത്തിക്കണം കേട്ടോ. അതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിട്ട് കൂടുതൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ. അതൊന്ന് അപ്പുറം ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്യാനാണ്. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്കിതൊക്കെ ഫ്രൈ ചെയ്യാം. നമുക്ക് ഫ്രൈ ചെയ്തിട്ട് കുട്ടികൾക്ക് നമ്മൾ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കുമല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഈ പൊട്ടാറ്റോ അതുപോലെ ഈ ബ്രിഞ്ചലൊക്കെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ കറിയും ഇഷ്ടപ്പെടും കേട്ടോ. പിന്നെ നല്ല കട്ട തൈര് എടുക്കുക കേട്ടോ, പുളി ഇല്ലാത്ത തൈര് എടുക്കുക. അത് പൊട്ടിച്ചിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ശേഷം കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ ബ്രിഞ്ചലില്ലേ, ബ്രിഞ്ചൽ ഇതാ ഒരു ഭാഗമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ അപ്പുറം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫ്രൈ ചെയ്തതില്ലേ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് അതിൽ പിടിച്ചോട്ടോ, അതിന് വേണ്ടിയിട്ടാട്ടോ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 5-10 മിനിറ്റോളം കേട്ടോ അതിലങ്ങനെ കടന്നിട്ട് അതിലെല്ലാ ഭാഗത്തും പിടിക്കട്ടോ, അതിന് വേണ്ടിയിട്ടാട്ടോ. പിടിക്കല്ല, അപ്പോഴേക്കും നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പത്തിന് ഇതെല്ലാം ഇതിൽ മിക്സായിട്ട് വരുന്നതാണ്. ഇത് നന്നായിട്ട് ഇളക്കി മറിക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ അരച്ച് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് പൊടിച്ചിരിക്കുക, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ നല്ല ചോറിൻ്റെ കൂടെ നല്ല രസമാണ് കേട്ടോ മോര് കറി. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ പിന്നെ ഇതിങ്ങനെയും കൂടി ആയ വെറൈറ്റി ആയിട്ടാണ്, ഭയങ്കര ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് തേങ്ങ എടുക്കാം. ഞാനൊരു മുറിയൊന്നും തേങ്ങ എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് തേങ്ങ എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേക്കണു. പിന്നെ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ ഒരു പച്ചമുളക് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചെടുക്കട്ടെ, അല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അത് അരച്ചെടുക്കുമ്പോഴത്തേന് നമ്മളെ ഈ തൈരിലിട്ട നമ്മുടെ ബ്രിഞ്ചലൊക്കെ നല്ല മിക്സായി വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് അരച്ച് വെച്ചിട്ട് അവിടെ ഒരു ഭാഗത്ത് വെക്കുക. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടിങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തതാണ്, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കറിവേപ്പിലല്ലേ, കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1-2 വറ്റൽമുളക് കൂടിയും പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് കേട്ടോ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെറിയ ഉള്ളി എടുക്കാം, ചെറിയ ഉള്ളി ആയാലും വലിയ ഉള്ളി ആയാലും കുഴപ്പമില്ല. വലിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ചെറിയ ഒന്ന് കളർ മാറ്റം വരില്ല, അത് വരെ ഒന്ന് വാട്ടി കൊടുക്കാം കേട്ടോ. ശേഷം നമ്മൾ അരച്ച് വെച്ച തേങ്ങയല്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
അത് ഒഴിച്ചു കൊടുത്തിട്ട് ശേഷം കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ലൂസിൽ വേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവുകയെ കുറച്ച് കട്ടിയിലായിട്ട് ബാക്കി കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയിട്ട് തിളപ്പിക്കട്ടോ. തിളച്ച് വരണേ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മുളക് പൊടി വേണമെങ്കിൽ നുള്ള് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ വെറും ഇതങ്ങനെ മഞ്ഞപ്പൊടിയാട്ടോ, മഞ്ഞ കളറിലാണ്. എരിവില്ല തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് അരച്ച് കാരണം എനിക്ക് അത്യാവശ്യത്തിന് എരിവൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് അത്ര കൂടുതൽ എരിവ് ഇവിടെ പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ ഞാൻ എരിവ് എന്ത് കാര്യത്തിലും കുറച്ചിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇനി നമ്മുടെ തൈരിൽ ബ്രിഞ്ചലും കൂടി ഇട്ടിട്ട് മിക്സാക്കി വെച്ചതില്ലേ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച് വരാൻ പാടില്ല കേട്ടോ. അപ്പോഴേക്കും തീ ഓഫാക്കി വെക്കുക. ഇതാട്ടോ അടിപൊളി ബ്രിഞ്ചൽ മോരുകറി. ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്യാത്തവരാണ് ചെയ്ത് നോക്കട്ടെ. നല്ല അടിപൊളി പറഞ്ഞാൽ അടിപൊളി സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുകയെ. പിന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് എനിക്ക് അപ്പം തന്നെ പിന്നെ കുട്ടികൾക്ക് കൊടുത്തിട്ട് അവരുടെ റിസൾട്ടും കൂടി അറിയണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കേട്ടോ എടുക്കുന്നത്. അവർ നമ്മൾ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണല്ലോ. അപ്പം ഞാൻ കുറച്ച് ചോറൊക്കെ എടുത്തിട്ട് അപ്പം തന്നെ ഞാൻ പൊന്നുവിന് കുറച്ച് ചോറ് വാരി കൊടുത്തിട്ടോ. അവൾക്ക് പൊതുവെ മോരൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അവൾക്ക് വാരി കൊടുത്തപ്പോൾ അവൾ പിന്നെ കൂട്ടാനൊന്നും വേണ്ട കേട്ടോ. അത് കൂട്ടി കഴിക്കാൻ നല്ല രസം. നമ്മൾ ആ ബ്രിഞ്ചലും കൂടി എടുത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് എല്ലാം ഇഷ്ടമായിക്കണ്. പിന്നല്ലേ ഗൈസ്, പുതുതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ. മറക്കല്ലേ കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നെ നെക്സ്റ്റ് ഇൻഷാല്ലാ നല്ല അടിപൊളി റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.